വീടാണ്. വീടിന് ചുറ്റും എപ്പോഴും ആളുകൾക്ക് വരാൻ പോകാം നടക്കാൻ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പൊ ഞാൻ ഇരിക്കുന്ന എന്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരു പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും. മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്, അതും പാതിരാത്രിക്കാണ്. അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണല്ലോ. അപ്പോ ബഹുമാനപ്പെട്ട CM-ന് ഈ പറയുന്ന ADGP അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണോ വാസ്തവം? അതല്ല, ഇതിന് വേറെ യാഥാർത്ഥ്യമുണ്ടോ? 2 വീഡിയോ ഇന്ന് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് 2 പാസഞ്ചേഴ്സ് ഇതേപോലെ കരിപ്പൂര് വഴി സ്വർണം കൊണ്ടുവന്ന് പുറത്തു കിടന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസാണ്. നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റിഗേഷൻ സാധ്യതയുള്ള സംഗതിയാണ്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണത്തിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 900 ഗ്രാം പിടിച്ചത് അത് കൊടുത്തിട്ടുണ്ടോ എന്നതിന് സംശയമാണ്. കോടതിയിലെ കടലാസ് തെരഞ്ഞിട്ട് കാണാനില്ല. ഇപ്പോഴും കോടതിയിലെ ആളുകളുണ്ട്, അതിന്റെ ബാക്കി കടലാസ് ഇവിടെ ഉണ്ട്. ഒരു കുട്ടിയുടെ നിന്ന് ഇതേപോലെ 3 ക്യാപ്സ്യൂൾ കൊണ്ടുവന്നത് 900 ഗ്രാമാ. അതിൽ 526 ഗ്രാമാണ് കസ്റ്റംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ ഒരു കടലാസും ഇല്ല. ഈ 900 ഗ്രാം ആദ്യം കൊണ്ടുവന്ന കുട്ടിയെ പറ്റിയിട്ട് ഒരു കടലാസും കസ്റ്റംസിന് ഒരു ഇൻഫർമേഷനും ഇന്ന് വരെ ഇല്ല. അപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പറയില്ല പടച്ചോനുണ്ട്, ഞാൻ പടച്ചോനുണ്ട് ആരാ നിങ്ങളുടെ പിന്നിൽ ചോദിക്കുമ്പോ ആ പടച്ചോനാണ് എന്നെ ഈ വിഷയത്തിൽ സഹായിച്ചത്. കാരണം ഈ 2 പാസഞ്ചേഴ്സും അവരെ കുടുംബസമേതം, കുടുംബമാണ് അവരെ പോയിട്ട് റിസീവ് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമാണ്. ഇവരടക്കാണ് പിടിക്കുന്നത്.